നമസ്കാരം. നമ്മൾ ഇന്നൊരു കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ അല്ലെങ്കിൽ അസംബിൾ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ മേടിക്കണം എന്നൊരു മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. കാരണം ഒരുപാട് ഉപയോഗപ്പെടും. നമ്മൾ തനിയെ ഒരു കമ്പ്യൂട്ടർ എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ തനിയെ കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലാഭവുമാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ബിൽഡിൻ്റെ വിലയാണ്. പെരിഫറൽസിൻ്റെ അഡീഷണൽ പെരിഫറൽസിൻ്റെ അതായത് കീബോർഡ്, മൗസ്, മോണിറ്ററിൻ്റെ വില ഞാൻ ഇതിനകത്ത് ബിൽഡിൻ്റെ കൂട്ടത്തിൽ പറയുന്നില്ല, പക്ഷേ അവസാനം ഞാൻ അതുൾപ്പെടെ പറയാം എത്രയാണെന്ന്. നമുക്കൊരു കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യാനായിട്ട് ബേസിക്കായിട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടതെന്നാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഐറ്റംസിൻ്റെ വില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ഓരോന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതുൾപ്പെടെ പറഞ്ഞു പോകാം. ചിലർക്കെങ്കിലും ഉള്ളൊരു സംശയമാണ്, ഇപ്പോൾ ഗെയിമിംഗ് പി സി ആകുമ്പോൾ അതിനകത്ത് വേറെ ഒന്നും നടക്കത്തില്ലെന്ന്. എല്ലാം നടക്കും. ഒരു കമ്പ്യൂട്ടറിൽ നടക്കുന്ന, അതായത് നമുക്കിപ്പോൾ ഫോട്ടോഷോപ്പോ അഡോബ് പ്രീമിയർ പ്രോ അല്ലെങ്കിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസോ എല്ലാം തന്നെ വർക്കാവും, യാതൊരു പ്രശ്നങ്ങളില്ല. ഗെയിമിംഗ് പി സി എന്ന് വെച്ചാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പി സി, അത്രേ അർത്ഥമാക്കുന്നുള്ളൂ. ഞാൻ ഇതിനകത്ത് AAA ഗെയിംസ്, അതായത് GTA 5 ഒക്കെ കളിച്ച് നോക്കി, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് 28-30 FPS മീഡിയം ടു ഹൈ സെറ്റിംഗ്സിൽ ഞാൻ കളിച്ച് നോക്കി, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ നമുക്കിത് അത്യാവശ്യം AAA ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റുന്ന നല്ലൊരു ബിൽഡാണ്. RP ഒക്കെ കളിക്കാമെന്ന് പ്രതീക്ഷിക്കില്ല, അതൊന്നും നടക്കത്തില്ല. AAA ഗെയിംസ് GTA 5 ഒക്കെ സുഖമായിട്ട് റൺ ആകുമെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എത്രത്തോളം പവർഫുള്ളാണ് ഈ ബിൽഡെന്ന്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഐറ്റങ്ങൾ അസംബിൾ ചെയ്തിട്ടാണ് ഒരു കമ്പ്യൂട്ടറാക്കി അതിനെ മാറ്റുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് ഐറ്റങ്ങൾ അസംബിൾ ചെയ്ത് വെക്കാനായിട്ട് നമുക്കൊരു ബോഡി ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ കണക്ക് തന്നെ കമ്പ്യൂട്ടറിന് ഒരു ബോഡി ഉണ്ട്, അതിൻ്റെ പേരാണ് ക്യാബിനറ്റ്. അപ്പോൾ ഈ കാണുന്ന ഐറ്റമാണ് ഈ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഈ ക്യാബിനറ്റിനകത്താണ് നമ്മൾ ബാക്കിയുള്ള ഐറ്റങ്ങളെല്ലാം അസംബിൾ ചെയ്ത് വെക്കുന്നത്. നമ്മൾ ഈ ബിൽഡിനായി മേടിച്ചിരിക്കുന്ന ക്യാബിനറ്റ് ആൻഡ് ഈ സ്പോർട്സിൻ്റെ ICE 120AG എന്ന മോഡലാണ്. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 2400 രൂപയാണ്. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും ഐറ്റംസ് വരുന്നത് CPU മദർ ബോർഡുമാണ്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇൻ്റൽ AMD എന്നൊക്കെ കേട്ടിട്ടല്ലേ, അത് CPU മാനുഫാക്ചേഴ്സ് ആണ്. നമ്മളിന്ന് ഈ ബിൽഡിനായിട്ട് എടുത്തിരിക്കുന്നത് AMDയുടെ CPU ആണ്. കാരണം ഇൻ്റലിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റലിൻ്റെ ആ ഒരു സെയിം പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു CPU നമുക്ക് AMDയിൽ എടുക്കുകയാണെങ്കിൽ അതിന് ഇൻ്റലിനെ അപേക്ഷിച്ച് കുറച്ച് വിലക്കുറവായിരിക്കും. നമുക്ക് കുറച്ച് എക്കണോമിക്കൽ ബെനിഫിറ്റ് അതിനകത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ പെർഫോമൻസിൽ ആ ഒരു വിട്ടുവീഴ്ച വരുന്നതുമില്ല. അതുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് AMDയുടെ CPU ആയതിനാൽ അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ളൊരു മദർ ബോർഡ് തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അസ്റോക്കിൻ്റെ A320M HDV എന്നൊരു മോഡലാണ്. പക്ഷേ ഈ ഒരു മോഡൽ ആമസോണിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ അവൈലബിൾ ആയിട്ട് വരാറുള്ളൂ. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള B450M HDV എന്നൊരു മോഡലാണ്. രണ്ടിൻ്റെയും സ്പെസിഫിക്കേഷൻസും ഫോം ഫാക്ടറും ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഇതിൻ്റെ വില വരുന്നത് 5500 രൂപയാണ്. മദർ ബോർഡിൻ്റെ വില ഇപ്പോൾ അല്പം കൂടിയിട്ടുണ്ട്. ഞാൻ മേടിക്കുമ്പോൾ ഇത്രയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം, ഞാൻ മേടിച്ച പാർട്സുകളിൽ ഇതിൻ്റെ വില മാത്രമേ ഇപ്പോൾ കൂടിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ഐറ്റംസിൻ്റെയും വില ഇപ്പോൾ നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ മദർ ബോർഡ് മേടിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കൈവശമുള്ള CPU ഇപ്പം ഇൻ്റലിൻ്റെ ആണെങ്കിൽ അതിന് വേണ്ടുന്ന മദർ ബോർഡ് നമ്മൾ നോക്കി മേടിക്കുക. അതല്ല AMDയുടെ CPU ആണ് നമ്മളുടെ കൈവശമുള്ളതെങ്കിൽ അതിന് വേണ്ടുന്ന മദർ ബോർഡ് നമ്മൾ മേടിക്കണം. അപ്പോൾ AMDയുടെ CPUവിന് വേണ്ടുന്ന മദർ ബോർഡിനകത്തൊക്കെ എൻ്റെ ആ പേര് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു എൻട്രി ലെവലിലുള്ള അല്ലെങ്കിൽ ബേസിക് ലെവലിലുള്ള AMD CPUവിനൊക്കെ പാകമാകുന്ന മദർ ബോർഡിനകത്ത് AM4 സോക്കറ്റാണ്. അത് നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ പേരിൻ്റെ ഒപ്പം തന്നെ കാണും AM4 എന്ന്. അപ്പോൾ അത് നമ്മൾ നോക്കി മേടിക്കണം. ഈ മദർ ബോർഡിനകത്താണ് ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കുറേയധികം ഉപകരണങ്ങൾ നമ്മൾ ഘടിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് CPU ആണ്. അപ്പോൾ നമ്മൾ ഈ ബിൽഡിനായിട്ട് മേടിച്ചിരിക്കുന്ന CPU AMDയുടെ Ryzen 3 3200G എന്ന മോഡലാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മോഡൽ മേടിക്കാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം ഈ ഒരു മോഡലിനകത്ത് ഒരു ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഉൾപ്പെടെയാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഗ്രാഫിക്സ് കാർഡ് ഇതിനായിട്ട് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിനകത്തുള്ള ഗ്രാഫിക്സ് കാർഡ് മതി അത്യാവശ്യം ഗെയിമിങ്ങും കാര്യങ്ങളെല്ലാം നടക്കാനായിട്ട്. അത് മാത്രമല്ല നല്ല വിലക്കുറവുണ്ട്. ഞാൻ മേടിച്ച സമയത്ത് ഏകദേശം 9000 രൂപയായിരുന്നു ഇതിൻ്റെ വില. പിന്നീട് നല്ല രീതിയിൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് വെറും 7200 രൂപയ്ക്കാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഐറ്റങ്ങളുടെയൊക്കെ വില ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ മാസവും കൂടിയും കുറഞ്ഞും ഒക്കെ വരും. ഈ ബോക്സിൻ്റെ വലിപ്പം കണ്ടാൽ നിങ്ങൾ വിചാരിക്കും വലിയൊരു ഐറ്റമാണ് ഈ CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും അങ്ങനെയല്ല. ഈ ബോക്സിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ഈ കുഞ്ഞു സാധനമാണ് CPU. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ആ ഒരു ചെറിയ ഐറ്റം ഇതാണ്. അപ്പോൾ ഇതിനകത്തുകൂടിയാണ് കമ്പ്യൂട്ടറിലെ എല്ലാ കണക്ക് കൂട്ടലുകളും ഫംഗ്ഷൻസും എല്ലാം കടന്നു പോകുന്നത് ഇതിനകത്തുകൂടിയാണ്. പിന്നെ ഈ ബോക്സിലെ ബാക്കി സ്ഥലമെല്ലാം അപഹരിച്ചിരിക്കുന്നത് ഈ ഒരു കൂളിംഗ് ഫാനാണ്. അപ്പോൾ CPU ഭയങ്കരമായിട്ട് ചൂടാവുന്ന ഒരു ഐറ്റമാണ്. അപ്പം വലിയ PCകളിലൊക്കെ ഈ CPU അല്ലെങ്കിൽ GPU ഒക്കെ തണുപ്പിക്കാനായിട്ട് പ്രത്യേകം കൂളിംഗ് സിസ്റ്റം തന്നെ കൊടുക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഈ
ഒരു ബിൽഡിനകത്ത് ഈ ഒരു കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. ഇനി നമ്മൾ CPU ഈ കവറിൽ നിന്ന് എടുത്തിട്ടെ അതുകൊണ്ട് ഈ മദർ ബോർഡിനകത്ത് ഈ ഒരു ഭാഗത്താണ് CPU ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയായിട്ടൊരു ചെറിയൊരു ത്രികോണം കണ്ടോ, ഒരു കുഞ്ഞൊരു ത്രികോണം കാണാൻ സാധിക്കും. ഇതേ ത്രികോണത്തിൻ്റെ ആ ഒരു സിമ്പിൾ തന്നെ നമ്മുടെ CPUവിനകത്തും കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ഈ രണ്ട് ത്രികോണങ്ങളും ഒരേ സ്ഥലത്ത് തന്നെ വരണമെന്നാണ്. ഇതിനായിട്ട് ഈ CPUവിനോട് ചേർന്ന് കാണുന്ന ഒരു ക്ലിപ്പ് ഒന്ന് പിടിച്ച് മേലോട്ട് മാറ്റിയിട്ട് CPU അവിടേക്ക് ആ ത്രികോണത്തിൻ്റെ ഷേപ്പ് രണ്ടും ഒരേ സ്ഥലത്ത് വരുന്ന രീതിയിൽ അങ്ങോട്ടൊന്ന് വെക്കുക. അപ്പോൾ അത് കറക്റ്റ് അതിൽ തന്നെ പോയി വീഴും. ഇനി ആ ക്ലിപ്പ് പഴയതുപോലെ പിടിച്ചിടുക, അത്രേ ഉള്ളൂ. നമ്മുടെ ഈ മദർ ബോർഡിനകത്ത് രണ്ട് ബ്രാക്കറ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ ഈ പർട്ടിക്കുലർ CPU കണക്ട് ചെയ്യാനായിട്ട് ഈ ബ്രാക്കറ്റുകളുടെ ആവശ്യമില്ല, അത് ഊരിക്കളയണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം ഇവിടെ ഫിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് ഈ രണ്ട് ബ്രാക്കറ്റുകൾ നമ്മൾ ഇളക്കി മാറ്റി, അത് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ പുറത്തെടുത്ത ആ കൂളിംഗ് ഫാൻ ഈ CPUവിൻ്റെ മേളിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്ക്രൂ ചെയ്യണം. ഓൾറെഡി ഇതിനകത്ത് തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ടാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഇനി തെർമൽ പേസ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇവിടെ ഫില്ല് ചെയ്യുകയൊന്നും വേണ്ട, എല്ലാം പ്രീ ബിൽറ്റ് ആയിട്ട് വരുന്നതാണ്. ഇതാണ് റാം ഇടാനുള്ള സ്ലോട്ട്. അപ്പം ഈ AMD എന്ന് ഈ ഫാനിനകത്ത് എഴുതിയിരിക്കുന്നത് റാമിൻ്റെ സ്ലോട്ടിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. സ്ക്രൂ ഒക്കെ ഇതിനകത്ത് തന്നെ ഓൾറെഡി ഉണ്ടായിരിക്കും, അത് ജസ്റ്റ് മുറിക്കാൽ മാത്രം മതി. പക്ഷേ ഒരുപാട് അങ്ങ് ഓവർ ടൈറ്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനകത്തൊരു സ്പ്രിങ് ആക്ഷൻ സംഭവം ഉണ്ട്. അപ്പോൾ നമ്മളത് ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും ടൈറ്റ് ആയിട്ടുണ്ടെന്ന്. അതുപോലെ സ്ക്രൂകൾ മുറുക്കുമ്പോൾ കോണോട് കോണ് വേണം ആദ്യമേ ചെയ്യാനായിട്ട്, അതിന് ശേഷം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ CPU ഫാനിനകത്തുനിന്ന് ഒരു വയർ വരുന്നുണ്ട്. നമ്മുടെ മദർ ബോർഡിനകത്ത് സൈഡിലായിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് CPU ഫാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് അവിടേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്യണം. ഇനി നമ്മൾ റാമാണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബിൽഡിനായിട്ട് നമ്മൾ മേടിച്ചിരിക്കുന്നത് XPGയുടെ 8GB 3200 MHz DDR4 റാമാണ്. ഇതിപ്പോൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 1800 രൂപയ്ക്കാണ്. ഞാൻ ഏകദേശം ഒരു 4 മാസം മുന്നെയാണ് മേടിക്കുന്നത്. ആ ഒരു ടൈമിൽ ഇതിനെല്ലാം നല്ല വിലയുണ്ടായിരുന്നു. അന്ന് ഇതിന് 2200 രൂപയായിരുന്നു. അപ്പോൾ റാം ഇടാനായിട്ട് ഈ റാം സ്ലോട്ടിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ ക്ലിപ്പുണ്ട്, അത് സൈഡിലേക്ക് മാറ്റി കൊടുക്കുക. നിങ്ങൾ ഈ റാം ശ്രദ്ധിച്ചോ, ഇതിൻ്റെ ആ ഒരു നടുക്കുള്ള കുഴിയുടെ ഇടത്തേക്കുള്ള ആ ഒരു പിന്നുകളുടെ എണ്ണവും വലത്തോട്ടുള്ള പിന്നുകളുടെ എണ്ണവും ഡിഫറൻ്റ് ആണ്. ഇതേപോലെ തന്നെയാണ് മദർ ബോർഡിനകത്തുള്ള റാം സ്ലോട്ടിനകത്തും ഇതേപോലെ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഏത് ഡയറക്ഷനിലാണ് വരുന്നതെന്ന്. റാം അവിടേക്ക് വെച്ചിട്ട് അല്പം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ റാമിൻ്റെ നമ്മൾ നേരത്തെ മാറ്റി കൊടുത്ത ക്ലിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ തിരിച്ച് വന്ന് വീഴുന്ന കാണാൻ സാധിക്കും. നമ്മുടെ ഈ PC ബിൽഡിൽ സ്റ്റോറേജായി ഒന്നുകിൽ ഒരു SSD ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇതുപോലൊരു NVMe SSD ഉപയോഗിക്കാം. ഈ NVMe SSD എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ SSDയേക്കാളും ഒക്കെ അപാര പെർഫോമൻസ് ആണ് കേട്ടോ. പക്ഷേ അല്പം വില കൂടുതലാണ്. എന്നാൽ കൂടി ഞാൻ ഈ NVMe SSD മേടിക്കുമ്പോൾ ഇതിന് 4000 രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇതിനിപ്പോൾ വെറും 2900 രൂപ മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെ വില ഞാൻ നമ്മുടെ ലിസ്റ്റിനകത്ത് ആഡ് ചെയ്യുന്നില്ല, കാരണം പിന്നീട് 240 GB SSDയുടെ വില നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് NVMe SSD ഇടാനായിട്ടുള്ള M.2 സ്ലോട്ട്. ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇത് ഇൻസേർട്ട് ചെയ്യുക. ഇതിൻ്റെ ഒപ്പം തന്നെ, അതായത് ആ ഹാർഡ് ഡിസ്കിൻ്റെ അതേ കേസിൽ തന്നെ ഒരു കുഞ്ഞ് സ്ക്രൂ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ താഴേക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആ സ്ക്രൂ ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മദർ ബോർഡിനകത്ത് നേരിട്ട് കണക്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മദർ ബോർഡിൻ്റെ ഒപ്പം വരുന്നൊരു സംഗതിയാണ് IO പോർട്ട് ഷീൽഡ്. അപ്പോൾ ഈ ഷീൽഡ് നമ്മൾ നമ്മുടെ ക്യാബിനറ്റിൻ്റെ പുറകിലായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മദർ ബോർഡിനകത്ത് ഈ സംഭവങ്ങളില്ലേ, അതായത് HDMI പോർട്ട്, USB പോർട്ട്, ഇതെല്ലാം കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ആ ക്യാബിനറ്റിൻ്റെ പുറത്തേക്ക് തെള്ളി നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഷീൽഡായിട്ട് കണക്ട് ചെയ്യുന്നതാണിത്. അപ്പോൾ നമ്മുടെ ക്യാബിനറ്റിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇത് ഇങ്ങനെ കണക്ട് ചെയ്യുക. ഇനി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് പവർ സപ്ലൈ യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബിൽഡിനകത്ത് അധികം പവർ ഉപയോഗിക്കുന്ന ഗ്രാഫിക്സ് കാർഡോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് 400 വാട്ടിൻ്റെ ഒരു പവർ സപ്ലൈ യൂണിറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 400 വാട്ട് തന്നെ ഇതിനധികമാണ്. പക്ഷേ നമ്മളൊരു ഫ്യൂച്ചർ പ്രൂഫായിട്ട് 400 വാട്ട് എടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ വില വരുന്നത് 1300 രൂപയാണ്. അപ്പോൾ ഈ ഒരു സംഗതിയാണ് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഓരോ എക്യുപ്മെൻറ്റ്സിനും വേണ്ടുന്ന പവർ കൃത്യമായിട്ട് വീതിച്ച് കൊടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബാക്കിൽ ഈ ഒരു ഓപ്പൺ സ്പേസ് കാണാം, അവിടെ ഇത് വെച്ചിട്ട് സ്ക്രൂ, അതിൻ്റെ ഒപ്പം തന്നെ സ്ക്രൂ വരുന്നുണ്ട്, അത് അവിടെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. വേണ്ട, ഇത് കണ്ടോ, ഈ പവർ സപ്ലൈ യൂണിറ്റിൽ നിന്ന് കുറേയധികം വയറുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്യാബിനറ്റിനകത്ത് നിന്നും കുറേയധികം വയറുകൾ വരുന്നുണ്ട്. അതായത് ക്യാബിനറ്റ് ഫാനുണ്ട്, അതിൻ്റെ LED ലൈറ്റ് ഉണ്ട്, അങ്ങനത്തുള്ള കുറേ സംഭവങ്ങളുടെ വയറാണത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു മിക്സ് ആവാതിരിക്കാനും മറ്റുമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില കമ്പ്യൂട്ടർ ബിൽഡുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഈ വയർ മാനേജ്മെൻ്റ് ഒന്നും തീരെ ഇല്ലാതെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ കൺഫ്യൂഷൻ ആവുന്ന രീതി വയറുകൾ ആ ക്യാബിനകത്ത് അങ്ങും ഇങ്ങോട്ടൊക്കെ കിടക്കും. നമ്മൾ ഈ ഒരു ബിൽഡിനകത്ത് അങ്ങനെയൊന്നും ചെയ്ത് വളരെ വൃത്തിയായിട്ട് ആ വയറുകളെല്ലാം ബാക്കിലേക്ക് പിടിച്ച് മാറ്റി നല്ല വൃത്തിയായിട്ട് അത് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇനി നമ്മുടെ ഈ മദർ ബോർഡ് നമ്മുടെ ക്യാബിനകത്തേക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ആകാനായിട്ട് നമ്മുടെ ഈ ക്യാബിൻ മേടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം കുറേയധികം സ്ക്രൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിനകത്ത് ഉള്ളൊരു സംഭവമാണ് ഇത് പ്രത്യേക കണക്ടർ സ്ക്രൂ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞ
മദർ ബോർഡ് ഫിറ്റ് ചെയ്യുന്ന ആ ഒരു സുഷിരങ്ങളിലെല്ലാം ഇത് മുറുക്കി കൊടുക്കണം ഇപ്രകാരം. ഇതിങ്ങനെ മുറുക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് മദർ ബോർഡ് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ കറക്റ്റ് നീളം കിട്ടത്തുള്ളൂ. ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും മോഡൽ മദർ ബോർഡാണ് മേടിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആകണമെന്നുമില്ല, വെറുതെ സ്ക്രൂ മുറുക്കിയാലും മതിയായിരിക്കും. അതിനുശേഷം മദർ ബോർഡ് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ വെച്ചതിന് ശേഷം സ്ക്രൂ ഇട്ട് മുറുക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് വയറുകളൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ക്യാബിനകത്ത് തന്നെ കുറേയധികം വയറുകളുണ്ട്. അതായത് ക്യാബിൽ സെപ്പറേറ്റ് ഫാൻ വരുന്നുണ്ട്, LED ലൈറ്റ് വരുന്നുണ്ട്, അങ്ങനെ കുറേയധികം വയറുകളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടുന്ന പവർ കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പവർ സപ്ലൈ യൂണിറ്റ് ആണ്. അപ്പോൾ ഈ പവർ സപ്ലൈ യൂണിറ്റിലും ഇതുപോലെ കുറേ വയറുകൾ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആ ക്യാബിനകത്ത് നിന്ന് വരുന്ന വയർ എടുത്തിട്ട് അതിൻ്റെ എൻഡ് നോക്കുക. അപ്പോൾ അതേപോലെ എൻഡിങ് വരുന്ന പവർ സപ്ലൈ യൂണിറ്റിലും നമുക്ക് ആ ഒരു കണക്ടർ കാണാൻ സാധിക്കും. അതിലേക്ക് ഈ ക്യാബിനിൽ നിന്ന് വരുന്ന വയർ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ് ഈ വലിയ കണക്ടർ വരുന്ന ആ ഒരു വയർ. അപ്പോൾ അത് അകത്തേക്ക് എടുക്കുക. ഇവിടെ മദർ ബോർഡിൽ അത് കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു സ്ലോട്ട് കണ്ടില്ലേ, അപ്പോൾ അതിനകത്തേക്ക് ഇത് വെച്ചിട്ട് അമർത്തി കൊടുക്കുക. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ 240 GB ഒരു SSD ആണ്. ഞാനന്ന് മേടിക്കുമ്പോൾ 1700 രൂപയായിരുന്നു വില. പക്ഷേ ഇപ്പോൾ വെറും 1200 രൂപ മാത്രമേ ഇതിന് ആമസോണിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഈ SSD ഫിറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്യാബിനകത്ത് ഇതുപോലൊരു ട്രേ ഉണ്ട്. അപ്പോൾ ഈ ട്രേയുടെ മുകളിലാണ് SSD ഫിറ്റ് ചെയ്യുന്നത്. ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പിട്ടായിട്ട് ഇതിൻ്റെ വയറിങ് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മുടെ PSUവിൽ നിന്ന്, അതായത് പവർ സപ്ലൈ യൂണിറ്റിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക വയറുണ്ട്. അത് ഇവിടെ കണക്ട് ചെയ്യുക. ആ ഒരു വയർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, അത് ഇതിനകത്ത് കയറുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് മദർ ബോർഡിൻ്റെ ഒപ്പം വരുന്ന ഒരു സാറ്റ കണക്ടർ കൂടിയുണ്ട്. അത് മദർ ബോർഡിൻ്റെ ഒപ്പം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു കണക്ടർ എടുത്തിട്ട് നമ്മളിവിടെ കൊടുക്കുക. ശരിക്കും ഇത് ട്രേയിൽ വെച്ചിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ക്യാബിനിൽ നിന്നും ഈ ട്രേ ഊരി മാറ്റുക. അതിനുശേഷം SSD ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. ഇതിൻ്റെ ഈ ആരോ മാർക്ക് കണ്ടോ, ഇത് അകത്തേക്ക് കയറുന്ന രീതിയിലാണെങ്കിൽ ഇതിൻ്റെ വലത്തെ സൈഡിലായിരിക്കണം ഈ കണക്ടർ വരുന്നത്. അതങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ക്യാബിനറ്റിൻ്റെ ഒപ്പം കിട്ടിയ സ്ക്രൂകൾ 4 എടുത്തിട്ട് അതിന് 4 സൈഡിലും അത് മുറുക്കി കൊടുക്കുക. ഇനി ഞാൻ നേരത്തെ കാണിച്ച് തന്നതിനകത്ത് ആ 2 കണക്ടറുകൾ എടുത്തിട്ട് അതിൻ്റേതായിട്ടുള്ള സ്ഥാനങ്ങളിൽ അത് കണക്ട് ചെയ്തതിന് ശേഷം ഈ ട്രേ നമ്മുടെ ക്യാബിനറ്റിനകത്തേക്ക് പഴയ പോലെ തന്നെ തിരികെ വെക്കുക. നമ്മളിപ്പോൾ കണക്ട് ചെയ്ത ആ 2 വയറുകളിൽ ഒന്ന് PSUവിൽ നിന്ന് വരുന്നതാണ്. രണ്ടാമത്തെ സാറ്റ കണക്ടറിൻ്റെ ഒരു എൻഡ് നമ്മൾ മദർ ബോർഡിലേക്കാണ് കൊടുക്കേണ്ടുന്നത്. അപ്പോൾ അത് അകത്തേക്ക് എടുത്തിട്ട് മദർ ബോർഡിൻ്റെ ഇവിടെയായിട്ട് ഇത് കണക്ട് ചെയ്യുക. ഒരു ക്ലിപ്പ് പോലെയാണത്, നിങ്ങൾക്കത് ഇടുമ്പോൾ തന്നെ മനസ്സിലാകും. ഇനി നമുക്ക് ഈ ക്യാബിനിൽ നിന്ന് വരുന്ന USB-യുടെയും അതുപോലെ HD ഓഡിയോ ജാക്കിൻ്റെ വയറുകൾ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യണം. എന്നിട്ട് ആദ്യമേ നമ്മൾ HD ഓഡിയോ ജാക്കിൻ്റെ വയർ അകത്തേക്ക് എടുക്കുക. അപ്പോൾ ഇതെല്ലാം കണ്ടാൽ ഒരുപോലെ ഇരിക്കുമെങ്കിൽ നമ്മളിത് കണക്ട് ചെയ്യുമ്പോൾ മാറിപ്പോകാതിരിക്കാനായിട്ട് ഇതിൻ്റെ തലഭാഗം, അതായത് കണക്ട് ചെയ്യുന്ന കണക്ടർ പോർഷൻ വളരെ ബുദ്ധിപരമായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളിവിടെ കണ്ടില്ലേ, ഇതിനകത്ത് കുറേ സുഷിരങ്ങളുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് മാത്രം ആ സുഷിരം അടഞ്ഞിരിക്കുന്നത്. അതായത് ഇത് വേറെ ഏത് സ്ലോട്ടിൽ കൊണ്ടിട്ടാലും അത് അതിനകത്ത് കയറത്തില്ല. കറക്റ്റ് ഈ HD ഓഡിയോയുടെ സ്ലോട്ടിൽ മാത്രമേ അത് കയറത്തുള്ളൂ. ഈ HD ഓഡിയോയുടെ പിന്നുകൾ ഇതോട്ട് മാച്ചിങ് ആയിരിക്കും. അതും കൂടാതെ അത് മദർ ബോർഡിൽ തന്നെ രേഖപ്പെടുത്തിയും വെച്ചിട്ടുണ്ട് എവിടെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ നമ്മുടെ ഈ പർട്ടിക്കുലർ മദർ ബോർഡിൽ ഈ ഭാഗത്താണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. അവിടെ കൊണ്ടുവന്നിട്ട് കണക്ട് ചെയ്യുക. ഇനി ഇതേപോലെ തന്നെ USB-യുടെ വയറും അകത്തേക്ക് എടുക്കുക. ഇതിൻ്റെയും ഈ കണക്ടർ പോർഷൻ കണ്ടില്ലേ, നേരത്തെ നമ്മൾ കണ്ടതിനിടയ്ക്ക് ഇടയ്ക്കുള്ള സുഷിരമല്ല അടഞ്ഞിരുന്നത്, ഇവിടെ ഇങ്ങേ മൂലയ്ക്കുള്ള സുഷിരമാണ്. അതായത് ഓരോ കണക്ടറിനും ഓരോ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും അതിൻ്റെ ആ ഒരു സ്ലോട്ടിൽ മാത്രമേ വീഴത്തുള്ളൂ. നമ്മുടെ ഈ മദർ ബോർഡിൽ ഇവിടെയാണ് ആ USB-യുടെ സ്ലോട്ട് വരുന്നത്. അതവിടെ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി വളരെ വേഗമേറിയ USB പോർട്ടായിട്ടുള്ള USB 3.0യ്ക്ക് വേണ്ടി ഒരു കണക്ടർ ഉണ്ട്, അത് അകത്തേക്ക് എടുക്കുക. അതിനുശേഷം ഇതാണ് USB 3.0യുടെ ആ കണക്ട് ചെയ്യുന്ന പോർഷൻ. അവിടെ ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ക്യാബിനിൽ നിന്നുള്ള ഏതെങ്കിലും വയറുകൾ മദർ ബോർഡുമായിട്ടോ അല്ലെങ്കിൽ PSU-ആയിട്ടോ കണക്ട് ആകാതെ കിടപ്പുണ്ടോ നോക്കുക. നിങ്ങൾ മേടിക്കുന്ന ക്യാബിനറ്റിനനുസരിച്ച് ഈ വയറുകളുടെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരും. കാരണം ചിലപ്പോൾ അതിനകത്ത് അഡീഷണൽ ഫാൻസ് കാണും, അഡീഷണൽ LED ലൈറ്റുകൾ കാണും. അപ്പോൾ അതിനുവേണ്ടിയുള്ള വയറുകൾ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം എടുത്തിട്ട് PSU-ൽ അതിനുവേണ്ടി പ്രത്യേകം ഒരു സ്ലോട്ട് കാണും. അത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി, കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അത് നിങ്ങൾ അതിലേക്കെടുത്ത് കണക്ട് ചെയ്യുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, നമ്മൾ CPU-വിനുള്ള പവർ ഇതുവരെ കൊടുത്തില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തുള്ള ഒരു കേബിൾ PSU-ൽ നിന്ന് വരുന്നുണ്ട്. അത് സ്പ്ലിറ്റ് ആക്കാൻ സാധിക്കും. സ്പ്ലിറ്റ് ആക്കിയതിന് ശേഷം അത് ക്യാബിനകത്തേക്ക് എടുക്കുക. അതിനുശേഷം അത് മദർ ബോർഡിൽ CPU പവർ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, അതിലേക്ക് ഇത് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് പവർ ബട്ടനോട് ചേർന്ന് വരുന്ന കുഞ്ഞ് LED-കളുണ്ട്. അതായത് പവർ ബട്ടൻ്റെ, റീസെറ്റ് ബട്ടൻ്റെ, ഹാർഡ് ഡിസ്കിൻ്റെ. അപ്പോൾ ആ കുഞ്ഞു LED-കൾക്കെല്ലാം നമ്മൾ പവർ കൊടുക്കാനായിട്ട് ഈ വയറുകളാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ അകത്തേക്ക് എടുത്തിട്ട് മദർ ബോർഡിൽ ഇതിനുവേണ്ടി ഒരു പ്രത്യേകം പോർഷൻ ഉണ്ട്. അത് കാണുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ പോലെ തോന്നും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഇൻ കേസ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മദർ ബോർഡിൻ്റെ ഒപ്പം കിട്ടിയ ആ മാനുവലിനകത്ത് അത് കറക്റ്റായിട്ട് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് നോക്കാം. അതല്ല എൻ്റെ ഈ മദർ ബോർഡ് തന്നെയാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ഞാൻ ഈ കൊടുക്കുന്നതിനക്ക് കൊടുത്താൽ മതി. നമുക്ക് ഈ ക്യാബിനകത്തെ പണികളെല്ലാം കഴിഞ്ഞു. ഇനി ഇതിനകത്ത് വയറുകളൊന്നും അധികം കിടക്കാൻ പാടില്ല. എല്ലാം ക്യാബിന് പുറത്തേക്ക് വലിച്ചിട്ട് ഒരു സിപ്പ് ടൈ ഉപയോഗിച്ചിട്ട് അത് കെട്ടി വെക്കുക. അതിന് ശേഷം ക്യാബിൻ്റെ മൂടി ഉപയോഗിച്ച് അത് അടയ്ക്കുക.
ജസ്റ്റ് നമുക്ക് PSUവിൻ്റെ ഒപ്പം വരുന്ന വയർ പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറിലെ പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം വർക്കാകുന്നു. ഓക്കെ, ഇതിപ്പോൾ വർക്കാകുന്നുണ്ട്. നമ്മുടെ ഈ കമ്പ്യൂട്ടർ ബിൽഡിന് ചിലവായിരിക്കുന്ന ആകെ തുക 19,400 രൂപയാണ്. ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞതുപോലെ ഇത് ബിൽഡിൻ്റെ മാത്രം വിലയാണ്. ഇത് മാത്രം പോരാ, പെരിഫറൽസിൻ്റെ വില നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതുകൂടി നമുക്ക് നോക്കാം. ക്യാബിനിൽ വർക്കെല്ലാം കഴിഞ്ഞു. നമുക്കിനി ഇത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ വരുന്ന മിക്ക ക്യാബിൻ്റെയും മുൻവശം പ്യുവർ ഗ്ലാസ് ആണ്. അത് നിങ്ങൾ പൊട്ടാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ക്യാബിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജോലികളും കഴിഞ്ഞു. ഇനി നമുക്കൊരു മോണിറ്റർ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്നത് ഏസറിൻ്റെ EK220Q എന്ന മോഡലാണ്. ഇത് 21.5 ഇഞ്ചിൻ്റെ ഫുൾ HD മോണിറ്ററാണ്. ഇതിൻ്റെ വില വരുന്നത് 6,100 രൂപയാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച മോണിറ്ററുകളിൽ ഒന്നാണിത്. ഇതിൽ നമ്മൾ ആദ്യമേ പവർ സപ്ലൈ കൊടുക്കുക. അതുപോലെ HDMI പോർട്ടിൽ നിന്ന് അതിൻ്റെ കൂടെ വരുന്ന HDMI കേബിൾ എടുത്ത് അവിടെ കണക്ട് ചെയ്തിട്ട് മറുവശം നമ്മുടെ ക്യാബിനറ്റിനകത്തെ HDMI പോർട്ടിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് അവസാനമായി വേണ്ടുന്ന 2 ഐറ്റങ്ങൾ കീബോർഡ് മൗസുമാണ്. രണ്ടിനും കൂടി ഏകദേശം 1000 രൂപയാണ് വില വരുന്നത്. നമ്മുടെ കമ്പ്യൂട്ടർ ബിൽഡ് കഴിഞ്ഞു. നമുക്ക് ഇതിനകത്ത് OS ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ വിൻഡോസ് OS ആണ് ഇൻസ്റ്റാൾ ചെയ്തത്. സാധാരണ കമ്പ്യൂട്ടർ ബിൽഡുകളെ കുറിച്ച് ചെയ്തിരിക്കുന്ന മറ്റ് യൂട്യൂബ് വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ആരും UPSനെ കുറിച്ച് മെൻഷൻ ചെയ്യാറില്ല. UPS ഇല്ലാതെയും വേണമെങ്കിൽ കമ്പ്യൂട്ടർ വർക്കാകും. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പവർ ഫെയിലിയറോ മറ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നല്ല റിസ്ക് ആണ്. അതുകൊണ്ട് UPS മേടിക്കുന്നത് നന്നായിരിക്കും. UPSന് കുറഞ്ഞത് ഒരു 2,200 രൂപയെങ്കിലും വില വരും. അപ്പോൾ നമ്മുടെ ഈ ബിൽഡ്, പെരിഫറൽസ്, UPS എല്ലാം കൂടി ചേർത്ത് 28,700 രൂപയാണ് ചിലവ് വന്നിരിക്കുന്നത്. UPS മാറ്റി നിർത്തി കമ്പ്യൂട്ടറിൻ്റെ വില മാത്രം നോക്കിയാൽ 26,500 രൂപ വരും. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ബൈ.